എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 98 പെരുമൈ മഹത്വം. പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുക, ബഹുജനദൃഷ്ടിയിൽ മാന്യമായും പ്രകൃതിക്കുമാറും ജീവിക്കുക, സ്വാർത്ഥലാഭത്തിനു വേണ്ടി ഒന്നും കൈയടക്കി വയ്ക്കാതിരിക്കുക. ഇതൊക്കെയാണ് മഹത്വത്തിലേക്ക് ഉയർത്തുന്ന കാര്യങ്ങൾ. നിന്ന നിൽപ്പിൽ നിന്ന് താഴാതിരിക്കുക എന്നതത്രേ അഭിമാനം. അവിടെ നിന്ന് ഉയരുന്നത് മഹത്വവും. ഇന്ന് നമ്മൾ ഈ മഹത്വത്തിനെ കുറിച്ചാണ് ഈ അധികാരത്തിൽ മനസ്സിലാക്കാൻ പോണത്. ആദ്യത്തെ കുറിൽ നോക്കാം. ഒളിയൊരുവർ കുള്ള വെറുക്കൈ ഇളിയൊരുവർ കത്തിറന്തു വാഴ്തും എനൽ. ഒളിയൊരുവർ കുള്ള വെറുക്കൈ ഇളിയൊരുവർ കത്തിറന്തു വാഴ്തും എനൽ. മഹിമയൊരാൾക്ക് മനഃശക്തി പതിതത്വം അതൊഴിഞ്ഞു വാഴും വിചാരം. മഹിമ ഒരാൾക്ക് മനഃശക്തി പതിതത്വം അതൊഴിഞ്ഞു വാഴും വിചാരം. ഒരു വറുക് ഒരുവന്, ഒളി മഹത്വം, ഉള്ള വെറുക്കൈ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യണം എന്ന മനഃശക്തി, ഇളി അതിന് കളങ്കമാവുന്നത്, അക്തിറന്തു ആ മനഃശക്തി നഷ്ടപ്പെട്ട് അതായത് കർത്തവ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി, വാഴ്തും എനൽ എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് വിചാരം. അന്യർക്ക് അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങൾ ധീരമായും മാതൃകാപരമായും ചെയ്യാനുള്ള ദൃഢമായ തീരുമാനവും അതിനുള്ള മനഃശക്തിയും ഒരുവന് ഉണ്ടാകുന്ന പക്ഷം അത് തന്നെയാണ് മഹത്വം. ആ ഒരു ഇച്ഛാശക്തി ഉള്ളവന് ഏതു പ്രതിസന്ധിയെയും കീഴടക്കി വിജയം വരിക്കാൻ സാധിക്കും. അത്തരമൊരു മനോബലം ഇല്ലാത്ത ഒരുവൻ്റെ ജീവിതം തികഞ്ഞ പരാജയമാകുന്നു. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ധൈര്യത്തോടെ എല്ലാവർക്കും മാതൃകാപരമായിട്ടും ചെയ്യാം എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം, അതിനനുസരിച്ചുള്ള തീരുമാനവും കൂടാതെ അതിനുള്ള മനഃശക്തിയും ഒരാൾക്ക് ഉണ്ടായാൽ അത് തന്നെയാണ് മഹത്വം. ആ ഇച്ഛാശക്തി ഉള്ളവന് എല്ലാ പ്രതിസന്ധികളെയും മാറ്റി നിർത്തി വിജയം കൈവരിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു മനക്കരുത്ത് ഇല്ലാത്ത ഒരാളുടെ ജീവിതം പരാജയമാകും എന്നാണ് പറയുന്നത്. പിറപ്പൊക്കും എല്ലാ ഉയിർക്കും ചിറപ്പൊവ്വ ചെയ്തൊഴിൽ വേറ്റുമയ്യാൻ. പിറപ്പൊക്കും എല്ലാ ഉയിർക്കും ചിറപ്പൊവ്വ ചെയ്തൊഴിൽ വേറ്റുമയ്യാൻ. ജന്മം കൊണ്ട് എല്ലാവരും ഒപ്പം, മഹത്വമോ കർമ്മം കൊണ്ട് എത്രയോ ഭിന്നം. ജന്മം കൊണ്ടെല്ലാവരും ഒപ്പം, മഹത്വമോ കർമ്മം കൊണ്ട് എത്രയോ ഭിന്നം. എല്ലാ ഉയിർക്കും എന്ന് പറഞ്ഞാൽ സർവമാന ജനങ്ങൾക്കും, പിറപ്പ് ജനനം, ഒക്കും എന്നുവെച്ചാൽ ഒരുപോലെ തന്നെ, ചിറപ്പ് മഹത്വം ലഘുത്വം എന്നൊക്കെയുള്ള വ്യത്യാസത്താൽ നമുക്ക് ഫീൽ ചെയ്യണ ആ സ്ഥാനമേന്മ, ഒവ്വ ഒന്നുപോലെയാകുന്നില്ല, ചെയ്തൊഴിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ, വേറ്റുമയ്യാൻ വ്യത്യസ്തതയാൽ. ജനനം കൊണ്ട് എല്ലാ പേരും ഒരുപോലെയാണ്, എന്നാൽ കർമ്മം കൊണ്ട് അവർക്ക് വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് മഹത്വം ഉണ്ടാകുന്നു. നന്മ ചെയ്യുന്നവർക്ക് മഹത്വം ഉണ്ടാകുന്നത് പോലെ തിന്മ ചെയ്യുന്നവർക്ക് അധപ്പതനവും സംഭവിക്കുന്നു. ജനിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്. എല്ലാ പ്രത്യേക മഹത്വം ഒന്നും പറയാൻ ഒരു വ്യക്തിക്കും ഉണ്ടാവും. ജനിച്ച ഉടനെയുള്ള എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് മഹത്വം എല്ലാ കാര്യങ്ങളും. എന്നാൽ വലുതായിട്ട് ആ കർമ്മം കൊണ്ട് അല്ലെങ്കിൽ പഠനകാലത്ത് അവരുടെ പഠന നിലവാരം പല കാര്യങ്ങളെ കൊണ്ടും അവർക്ക് വ്യത്യാസം വരുന്നു. ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് മഹത്വം കൂടുന്നു, ഉണ്ടാവുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും മഹത്വം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് തിന്മയാണ് ചെയ്യുന്നത് വെച്ചാൽ അധപ്പതനവും ഉണ്ടാവും. മേലിരുന്തും മേലല്ലാർ മേലല്ലർ കീഴിരുന്തും കീഴല്ലാർ കീഴല്ലവർ. മേലിരുന്തും മേലല്ലാർ മേലല്ലർ കീഴിരുന്തും കീഴല്ലാർ കീഴല്ലവർ. മേൽത്തട്ടിലാകിലും മേലെയല്ല അധമന്മാർ, താഴ്ത്തട്ടിലും ഉത്തമർ താഴാം. മേൽത്തട്ടിലാകിലും മേലെയല്ല അധമന്മാർ, താഴ്ത്തട്ടിലും ഉത്തമർ താഴാം. മേലല്ലാർ എന്ന് പറഞ്ഞാൽ ആദരമൊക്കെ പിടിച്ചു പറ്റാൻ കഴിയാത്ത, അഭികാമ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ആദരം പിടിച്ചു പറ്റാൻ സാധിക്കാത്ത നിസ്സാരന്മാർ. മേലിരുന്തും എത്ര ഉയർന്ന നിലയിൽ കഴിഞ്ഞാലും മേലല്ലർ അവരുന്നതരാകുന്നില്ല. കീഴല്ലവർ
അതായത് മഹത്വം ആർജിക്കുന്നവർ കർമ്മധീരന്മാർ കീഴിരുന്തും താഴേക്കിടയിലാണ് ഇരിക്കുന്നത് എന്ന് വരികിലും കീഴല്ലാർ യഥാർത്ഥത്തിൽ താണവരല്ല. അധമന്മാരായിട്ടുള്ള ആൾക്കാരെ സന്ദർഭവശാൽ വളരെ ഉയർന്ന നിലയിൽ വാണരുളുന്നെങ്കിലും അവർ യഥാർത്ഥത്തിൽ ഉയർന്നവരല്ല. അധമത്വം അവരുടെ കൂടപ്പിറപ്പാകയാൽ അതുകൊണ്ട് തന്നെ വൈകാതെ അവർ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചുകൊള്ളും. താൽക്കാലികമായിട്ട് മാത്രം ചിലപ്പോൾ ചില അധമന്മാരെ ഉയർന്ന നിലയിൽ ജീവിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ സന്ദർഭവശാൽ താണു പോകേണ്ടി വന്നാലും ചില വളരെ നല്ല മഹത്തുക്കൾ സന്ദർഭവശാൽ അവർക്ക് താണു പോകേണ്ടി വന്നാലും അവർ യഥാർത്ഥത്തിൽ താണവരല്ല. ആ സ്വഭാവ മഹത്വം കൊണ്ട് അവർ ആ ഒരു ഘട്ടം തരണം ചെയ്ത് വീണ്ടും ഉന്നതിയെ പ്രാപിച്ചുകൊള്ളും എന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ചാൽ അധമന്മാരായിട്ടുള്ള ആൾക്കാർ ചില സന്ദർഭങ്ങളിൽ എന്തൊക്കെയോ പ്രത്യേക കാരണങ്ങളുണ്ടാവുമായിരിക്കാം അവർ ഉയർന്ന നിലയിൽ വാണരുളും. എങ്കിലും അവർ യഥാർത്ഥത്തിൽ ഉയർന്നവരല്ല. അവരുടെ കൂടപ്പിറപ്പാണ് ഈ അധമത്വം എന്ന് പറയുന്നത്. അപ്പോൾ വൈകാതെ തന്നെ അവർ വീണ്ടും അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെയാണ് താഴ്ന്നു പോകേണ്ടി വരുന്നത്. മഹത്തുക്കൾ ചില സന്ദർഭങ്ങളിൽ വളരെ താഴ്ന്നു പോകാറുണ്ട്. പക്ഷെ അവരൊരിക്കലും താണവരല്ല. അവരുടെ സ്വഭാവ മഹത്വം കൊണ്ട് അവർ ആ ഘട്ടവും തരണം ചെയ്ത് വീണ്ടും അവർ ഉയർന്ന മഹത്തുക്കളായിത്തീരുന്നു. ഒരു മൈ മകളിരെ പോല പെരുമയ്യും തന്നെ താൻ കൊണ്ടൊഴുകിൻ ഉണ്ടു. ഒരു മൈ മകളിരെ പോല പെരുമയ്യും തന്നെ താൻ കൊണ്ടൊഴുകിൻ ഉണ്ടു. മംഗമാർ ചാരിത്രമെന്ന പോൽ മഹിമയും തങ്കൽ താൻ കാക്കുവോർക്കുണ്ടാം. മംഗമാർ ചാരിത്രമെന്ന പോൽ മഹിമയും തങ്കൽ താൻ കാക്കുവോർക്കുണ്ടാം. ഒരുമൈ എന്ന് പറഞ്ഞാൽ ഏകമനസ്സായി കഴിയുന്ന മകളിരെ പോലെ മഹിളമാരെ പോലെ പെരുമയും മഹത്വവും തന്നെ താൻ സ്വയം കൊണ്ടൊഴുകിൻ ഊനം വരാതെ കാത്തു ജീവിക്കുകയാണെങ്കിൽ ഉണ്ടോ വെച്ചാൽ ഉണ്ടായിരിക്കും. മഹത്വം എന്നത് മറ്റാരെങ്കിലും സമ്പാദിച്ചു കൊടുക്കേണ്ട ഒരു ഗുണമല്ല. അത് സംരക്ഷിക്കുവാനും മറ്റാരെങ്കിലും സഹായിക്കുക എന്ന പദ്ധതിയും നിലനിൽക്കില്ല. സ്ത്രീകൾ സ്വന്തം മനോബലം കൊണ്ട് ദൃഢമായി പോറ്റി വളർത്തി പരിപാലിക്കുന്ന ചാരിത്രം എന്ന മഹനീയ ഗുണം പോലെ മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വന്തം നിലയ്ക്ക് അവനവനെ തന്നെ മനോ വാക് കർമ്മങ്ങളാൽ ശുദ്ധീകരിച്ച് കാക്കുന്നവനിലെ മഹത്വം നിലനിൽക്കൂ എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ മഹത്വം എന്ന് പറയുന്നത് വേറൊരാൾ നമുക്ക് സമ്പാദിച്ച് തരാൻ പറ്റുന്നൊരു ഗുണമല്ല. അത് സംരക്ഷിക്കാൻ സഹായിക്കുക എന്നതും വേറെ ഒരാൾക്കും പറ്റില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്നത് സ്ത്രീകൾ അവരുടെ മനക്കരുത്തുകൊണ്ട് പോറ്റി വളർത്തി പരിപാലിക്കുന്ന ചാരിത്രം എന്ന മഹനീയ ഗുണം പോലെ ആണ് ഇത്. മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വന്തം നിലയ്ക്ക് അവനവനെ തന്നെ ശുദ്ധീകരിച്ച് കാക്കുന്നവനിലെ മഹത്വവും നിലനിൽക്കൂ എന്നാണ് പറയുന്നത്. പെരുമൈയുടയ്യവർ ആറ്റുവാർ ആറ്റിൻ അരുമൈയുടയ്യ ചെയ്യൽ. പെരുമൈയുടയ്യവർ ആറ്റുവാർ ആറ്റിൻ അരുമൈയുടയ്യ ചെയ്യൽ. മഹിമയാർന്നോർ ചെയ്തു തീർക്കുവാനരിതായ കർമ്മങ്ങൾ പോലും. മഹിമയാർന്നോർ ചെയ്തു തീർക്കുവാനരിതായ കർമ്മങ്ങൾ പോലും. പെരുമൈയുടയ്യവർ മഹത്വമാർന്ന ആളുകൾ. അരുമൈയുടയ്യ മറ്റുള്ളവർക്ക് ചെയ്യാൻ പ്രയാസമുള്ള ചെയ്യൽ പ്രവൃത്തികൾ. ആറ്റിൻ അവയുടെ മാർഗം കണ്ടറിഞ്ഞ് ആറ്റുവാർ ചെയ്തു തീർക്കും. മഹത്വമുള്ളവർക്ക് ഒരു കാര്യവും അപ്രാപ്യമല്ല. മറ്റുള്ളവർക്ക് ഏറ്റെടുക്കാനും ചെയ്തു തീർക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും മഹത്തായ ഇച്ഛാശക്തിയും സമർപ്പണബോധവും കൊണ്ട് അവർ ചെയ്തു തീർക്കുന്നു, ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മഹത്വമുള്ള ആൾക്കാർ അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, അതായത് അവർക്ക് അപ്രാപ്യമല്ല ഒരു കാര്യം. മറ്റുള്ളവർക്ക് ഒക്കെ ഏറ്റെടുത്ത് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും ഈ മഹത്തുക്കൾ അവരുടെ സ്വന്തം ഇച്ഛാശക്തിയും അവരുടെ ആ സമർപ്പണ ബോധവും കൊണ്ട് ചെയ്തു തീർക്കുന്നു. അതിലൂടെ ലക്ഷ്യവും കൈവരിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ 5 കുറലുകൾ കഴിഞ്ഞു. ഇനി 6 തൊട്ട് നമുക്ക് നാളെ നോക്കാം. നന്ദി.